എന്റെ പ്രായത്തെ വെച്ചിട്ട് ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് എന്താ അത് അവൻ ഡോക്ടറിന്റെ അനുഭവത്തില് ഫസ്റ്റ് ടൈമാണ് ഒരു ഫീമെയിൽ ആയിട്ട് ഒരാള് ഈ ഒരു സർജറിക്ക് ഇത്രയും വില്ലന്റ് ആയിട്ടുള്ളത്. ഇത്ര ബോൾഡ് ആയിട്ടാണ് ആ കുട്ടി ആ കാര്യങ്ങൾ പറയുന്നതെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാല് ചേട്ടൻ അഭിമാനിക്കണം കേട്ടോ. ചേട്ടൻ അസുഖമാണ്, ചേട്ടന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ ചേട്ടൻ അത്രത്തോളം അഭിമാനിക്കണം. ഇതുപോലൊരു അനിയത്തി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി തന്നെ ഇത്രയും ത്യാഗം ചെയ്യുന്ന ഈ ചെറുപ്രായത്തിൽ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെങ്കിലും നിങ്ങൾ ഇവരെ സഹായിക്കുക. കാരണം ഇവർ അത്രത്തോളം വല്ലാത്തൊരു അവസ്ഥയിലാണ്. സങ്കടമുണ്ട്, നല്ല രീതിയിൽ വിഷമമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം പട്ടത്താനത്താണ്. പട്ടത്താനത്തെ അജയ് രാജ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സാ സഹായം ആവശ്യമുണ്ട് എന്ന് കണ്ട ഒരു വാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച, ഇവിടെ എത്തിയപ്പോൾ അറിഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്നതായിരുന്നു. അജയ് രാജിൻ്റെ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ഭാരിച്ച ഒരു തുക വേണം. ഈ തുകയുമായി ബന്ധപ്പെട്ട് ഇവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഈ കിഡ്നി നൽകുന്നത് അജയ് രാജിൻ്റെ സ്വന്തം സഹോദരിയാണ്. 23 വയസ്സുള്ള ഒരു സഹോദരി സ്വന്തം ചേട്ടന് അവയവം ദാനം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. മാനസികമായും ശാരീരികമായും ഒക്കെ തന്നെ ഈ കുട്ടി തയ്യാറായി കഴിഞ്ഞു. ഒരുപാട് ഡോക്ടേഴ്സൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെറിയ വിലക്കുകൾ പറഞ്ഞെങ്കിലും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം ത്യാഗം ചെയ്യാൻ കാണിച്ച ഒരു മനസ്സാണ് ആ പെൺകുട്ടിയുടേത്. ഞാനിപ്പോൾ ഉള്ളത് അജയ് രാജിൻ്റെ വീടിന് മുമ്പിലാണ്. നമുക്ക് അവരോട് ചോദിക്കാം ആശുപത്രിയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. അജയും അപർണയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഒത്തിരി സങ്കടം, അതോടൊപ്പം തന്നെ മനസ്സ് നിറയുന്ന ഒരു അവസരം കൂടിയാണത്. കാരണം ഒരു ചേട്ടന് വേണ്ടിയിട്ട് ഒരു അനുജത്തി, അത് കുഞ്ഞനുജത്തി, 23 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ആ അനുജത്തി സ്വന്തം കിഡ്നി നൽകാൻ തയ്യാറായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത്രയധികം വിഷമത്തോടു കൂടി തന്നെയാണ്. വിഷമം മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, അത്രത്തോളം ഒരു ചേട്ടന് വേണ്ടിയിട്ട് കിഡ്നി കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കടന്നുപോയപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ചെറിയ പ്രായവാ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴേ കൊടുക്കണ്ട, പിന്നെ മാരേജ് അല്ല എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ ഓരോന്നും പറഞ്ഞു. നമ്മളുടെ സാഹചര്യം നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ശരിക്കും ഇതിന് ഒരു വലിയ ഭാരിച്ച തുക തന്നെയാണ് ഇപ്പൊ പറയുന്നത്. എങ്ങനെയായിരുന്നു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകളും, എവിടെയായിരുന്നു ആദ്യമേ? നമ്മൾ ആദ്യം പോയത് മെഡിസിറ്റിയിലാണ്. അപ്പം അവിടെ പൊതുവെ വലുതായിട്ട് ആർക്കും അങ്ങനെ അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മള് ആസ്റ്ററിൽ പോയി. അപ്പം അമ്മയ്ക്ക് സ്ട്രോക്ക് ആയതുകൊണ്ട് അത്രയും ലോങ് പോവാനുള്ളൊരു ബുദ്ധിമുട്ടുള്ള സമയത്താണ് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത്. ബ്രദറിന്റെ പ്രശ്നം കഴിഞ്ഞ് BP ഹൈ ആയാണ് സ്ട്രോക്ക് ആയത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ മെഡിറ്ററേനിയനിലാ പോയത്. മെഡിറ്ററേനിയനിൽ പോയപ്പോഴാണ് ഇത്തരത്തില് ഒരു എന്താണ് ഡോക്ടർ പറഞ്ഞത്? എന്താണ് ഡോക്ടർ കുറെ പറഞ്ഞു, കൺവിൻസ് ചെയ്യിപ്പിച്ച്. എന്റെ പ്രായത്തെ വെച്ചിട്ട് ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് അത് അവൻ ഡോക്ടറിന്റെ അനുഭവത്തില് ഫസ്റ്റ് ടൈമാണ് ഒരു ഫീമെയിൽ ആയിട്ട് ഒരാള് ഈ ഒരു സർജറിക്ക് ഇത്രയും വില്ലന്റ് ആയിട്ടുള്ളത്. അപ്പം ഡോക്ടർ പറഞ്ഞു വേണ്ട, ഇപ്പം ചെയ്യണ്ട. അങ്ങനെ ഒരു കുറെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനമായത്. അപ്പോഴും അപർണയുടെ നിലപാടിൽ തന്നെ ആയിരുന്നു അല്ലേ? അന്നേരം ഡോക്ടർ പറഞ്ഞു മൈൻഡ് സ്ട്രോങ് ആണ് പറഞ്ഞിട്ട്. ശരിക്കും എത്രയാണ് ഇവരുടെ ഒരു എമൗണ്ട് പറയുന്നത്? നമുക്ക് ഓപ്പറേഷൻ ആയിട്ട് പറഞ്ഞത് 10 ലക്ഷമാ. അതില് ഇപ്പം കീഹോള് ചെയ്യുവാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ആവും. അപ്പൊ ഒരു 10-12 ആവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഓപ്പറേഷന് വേണ്ടി മാത്രം. പിന്നെ ട്രാവൽ എക്സ്പെൻസ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അല്ല, പിന്നെ മെഡിസിന്റെയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു എമൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ സർജറി ചെയ്യാം. നമുക്കിപ്പം എമൗണ്ടിന്റെ ഡിലേ കണ്ടിട്ടാണ് ഇങ്ങനെ. അപ്പൊ നിലവിൽ അപർണയുടെ ബ്ലഡ് ടെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞിരിക്കുക. ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അപർണ പൂർണ്ണമായിട്ടും മാനസികമായിട്ടും ഇതിനുവേണ്ടി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു അല്ലേ? ഇനി എന്താവും, അല്ലെങ്കിൽ ഇതിനു ശേഷം സർജറിക്ക് ശേഷം അപർണയുടെ സിറ്റുവേഷൻ എന്താവും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. തരുന്നത് പോലെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഈ ചേട്ടനാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലേ? ചേട്ടന് മാത്രമല്ല, എന്റെ ഫാമിലി. കാര്യം ഞാൻ ഈ ഒരു ഇതില് വന്നത് തന്നെ എന്റെ അപ്പ ഞങ്ങളെ പുറത്ത് നോക്കിയപ്പോ ഒരു 10-14 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. ഞങ്ങള് വീട് വിൽക്കാനായിട്ടുള്ള ഒരു പരിപാടിയിൽ നിന്ന സമയത്തും ഈ പറഞ്ഞ കണക്ക് വഴിയില്ലാത്തത് കൊണ്ട് വീട് വിൽക്കുന്ന ഒരു ഇതുണ്ടാവില്ല. കുറെ നോക്കി ഞങ്ങള്. പിന്നെ എന്റെ അപ്പാടെ ഒരു കണ്ണീരൊക്കെ കണ്ടപ്പം ഞാനായിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കൊടുക്കാം.
എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഇത്ര ബോൾഡായിട്ടാണ് ആ കുട്ടി ആ കാര്യങ്ങൾ പറയുന്നതെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞാല് ചേട്ടൻ അഭിമാനിക്കണം കേട്ടോ. ചേട്ടൻ അസുഖമാണ്, ചേട്ടന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ ചേട്ടൻ അത്രത്തോളം അഭിമാനിക്കണം. ഇതുപോലൊരു അനിയത്തി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി തന്നെ ഇത്രയും ത്യാഗം ചെയ്യുന്ന ഈ ചെറുപ്രായത്തിൽ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 12 ലക്ഷം രൂപയോളം സർജറിക്ക് ചെലവുണ്ട്. അതിലധികവും ചിലവ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ട്രാവൽ, ഇവിടുന്ന് കൊച്ചിയിലേക്കുള്ള ട്രാവൽ, അതുപോലെ തന്നെ ഇവരുടെ അക്കോമഡേഷൻ ഒക്കെ വെച്ചിട്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് ആണ് ഇവർക്ക് വേണ്ടത്. ഇപ്പോ അടുത്ത സമയത്ത് എന്തെങ്കിലും ഇത് കഴിഞ്ഞിരുന്നോ? ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നോ അജയ്? ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എനിക്ക് കീഹോൾ സർജറി ചെയ്തായിരുന്നു. കഴിഞ്ഞ മാസം 6-ാം തീയതി ആയിരുന്നു സർജറി ചെയ്തത്. അവിടെ ആദ്യമേ കീഹോൾ സർജറി ചെയ്തിട്ട് ICUയിൽ അഡ്മിറ്റ് ആയി കിടന്നായിരുന്നു. 3-4 ദിവസം അഡ്മിറ്റ് ആയി കിടന്നായിരുന്നു. അതിനുശേഷം റൂമിൽ കൊണ്ടുവന്നായിരുന്നു. റൂമില് ഒരാഴ്ചയോളം അഡ്മിറ്റ് ആയി കിടന്നു തോന്നുന്നു. ഓർമ്മയില്ല, കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അവിടുത്തെ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വിലയാണ്. നമുക്കിപ്പൊ തന്നെ ഒരുപാട് പൈസ നമുക്കിപ്പൊ ഈ ഒരു ഓപ്പറേഷന് തന്നെ ചെലവായി. പിന്നെ ടെസ്റ്റും കാര്യങ്ങളും എങ്ങനെയായാലും ഒരു 1.5 ആ ഒരു റേഞ്ചിൽ നമുക്ക് വന്നു. പിന്നെ ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ശരിക്കും പറയാൻ നമ്മുടെ ഒരു ചെറിയൊരു വീടാണ്. നമുക്ക് മറ്റെന്തെങ്കിലും ഒരു അസറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് തൽക്കാലം ഒന്നുമില്ല. ഈ ഒരു വീട് മാത്രമാണ്. അവർ ഈ വീട് വിൽക്കാം എന്നുള്ളൊരു തീരുമാനമാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ഇവിടുത്തെ അച്ഛൻ ചെറിയൊരു ജോലി, കാർപ്പൻ്ററാണ്. അദ്ദേഹത്തിന്റെ വരുമാനം മാത്രമല്ല ഈ ഒരു മകൻ 27 വയസ്സുള്ള മകനാണ്. മകൻ വീട് കഴിയേണ്ട, അല്ലെങ്കിൽ മകൻ കൊണ്ടുവന്ന് കുടുംബം പുലർത്തേണ്ട ഒരു സാഹചര്യമാണ്. അനിയത്തി പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഒരു ശാരീരികമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊണ്ട് കിടപ്പിലായി പോയത്. എനിക്ക് സങ്കടം തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല. കുട്ടി വേറൊന്നും മറ്റൊന്നിനെ പറ്റി ആലോചിക്കുന്നില്ല. അപർണ ആലോചിക്കുന്നത് ഈ കുടുംബം എങ്ങനെയെങ്കിലും പഴയതുപോലെ ഇവരുടെ സന്തോഷം തിരിച്ചു കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. എന്ത് വേണമെങ്കിലും സ്വന്തം ശരീരത്തിൽ നിന്നാണ് ഒരു അവയവം സ്വന്തം ചേട്ടന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും തന്നെ ആലോചിക്കുന്നത് പോലുമില്ല. ഇത്ര ബോൾഡായിട്ടൊരു അനിയത്തിയെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ. അതും ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒപ്പം ഈ വീഡിയോ കാണുന്നവർ ഇവരുടെ സങ്കടം ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഒതുക്കി തന്നെയാണ് ഇരിക്കുന്നത്. അത്രത്തോളം വിഷമിച്ചു കഴിഞ്ഞു, അത്രത്തോളം കരഞ്ഞു കഴിഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ. സാധാരണക്കാരായ മനുഷ്യരുടെയൊക്കെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെയൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു അനുജൻ, ഈ ഒരു ചേട്ടന് അനിയത്തി കൊടുക്കുന്ന ഈ ഒരു അവയവദാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവരുടെ ഈ അക്കൗണ്ട് നമ്പറിലേക്ക്, ഇവരുടെ GPay നമ്പറിലേക്കൊക്കെ ഒന്ന് ബന്ധപ്പെടുക, ഇവരെ ഒന്ന് വിളിക്കുക, ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെങ്കിലും നിങ്ങൾ ഇവരെ സഹായിക്കുക. കാരണം ഇവർ അത്രത്തോളം വല്ലാത്തൊരു അവസ്ഥയിലാണ്. സങ്കടമുണ്ട്, നല്ല രീതിയിൽ വിഷമമുണ്ട്, ഉള്ളിൽ ഒതുക്കി തന്നെയാണ്. കാരണം ഇവരുടെ ഈ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ അമ്മയ്ക്കൊരു സ്ട്രോക്ക് വന്നിരുന്നു. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അമ്മ ഇപ്പൊ എൻ്റെ കൂടെ നിന്ന് കരയാണ്. ശരിക്കും പറഞ്ഞാല് അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ അമ്മയുടെ ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും അതിൽ സങ്കടം. 8 മാസം മുമ്പാണ് അമ്മയ്ക്ക് ഈ ഒരു മോന്റെ അസുഖം വന്ന അതേ സമയത്ത് തന്നെ അമ്മയ്ക്കും ഇങ്ങനെ വയ്യാതെ ആയത്. അമ്മയുടെ കൈയൊക്കെ പാരലൈസ്ഡ് ആണ്. അമ്മയ്ക്ക് അറിയാനൊന്നും പറ്റത്തില്ല. പറയാൻ പറ്റുമോ? നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കാനൊക്കെ പറ്റൂലല്ലോ. ആ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ പരസഹായം ഇല്ലാതെ അമ്മയ്ക്കും തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു അപർണയ്ക്ക്. പക്ഷെ അപർണയ്ക്ക് ഇപ്പോൾ അച്ഛൻ്റെ അതായത് ഈ അമ്മയുടെയും ഈ സഹോദരന്റെയും സിറ്റുവേഷൻ കൊണ്ട് അപർണയ്ക്കും ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ആകെ ഈ വീടിന്റെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർ കരഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വയ്യ. അവരത്രത്തോളം മാനസികമായിട്ട് വിഷമത്തിലാണ്. ഏതായാലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ, മാന്യ പ്രേക്ഷകർ, നിങ്ങൾ സഹായിക്കുക. സഹായിക്കാൻ കഴിയാത്തവർ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ദയവ് ചെയ്ത് ഇവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് മറ്റെന്തെങ്കിലും സന്ദേശങ്ങൾ അയക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ മോശമായ രീതിയിൽ ഫോൺ കോളുകൾ ചെയ്യുകയോ ചെയ്യാൻ ശക്തമായ രീതിയിലുള്ള നിയമ നടപടി വിസ്മയ ന്യൂസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം വിൽവനിച്ച് വിസ്മയ ന്യൂസ്.